ഹായ് ഹലോ എവരി വൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? അത്യാവശ്യം സ്പൈസിയും ചെറിയ പുളിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് അച്ചാറാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. 2 kg ബീഫിൻ്റെ അച്ചാറാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം നമുക്കൊരു മസാല ഉണ്ടാക്കാം. കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ജീരകം, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ശേഷം കഴുകി ഊറ്റി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫിലേക്ക് നമ്മൾ അരച്ച മസാല പുരട്ടി ബീഫ് ആവിയേറ്റി വെക്കണം. ആവിയേറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി വന്ന മസാല കൂടെ ആവിയേറ്റി ബീഫിൽ പുരട്ടി 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അച്ചാറിന് ആവശ്യമായിട്ടുള്ള വിനേഗർ, കുറച്ചധികം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, വെള്ളക്കാന്താരി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്. ഇനി നമ്മുടെ ബീഫ് അച്ചാർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് ഓണാക്കി കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് പൊട്ടിച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, വെള്ളക്കാന്താരി മുളക്, പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇനി ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. വീണ്ടും ഈ കൂട്ട് നന്നായിട്ട് വറുത്ത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. ഏകദേശം ആയിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇത് കാശ്മീരി ചില്ലിയും സാദാ മുളക് പൊടിയും മിക്സ് ചെയ്തതാണ് ആഡ് ചെയ്യുന്നത്. മുളക് പൊടി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം വിനേഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് കൂടെ മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്.